നമസ്കാരം. ധനതടസ്സം മാറാൻ അല്ലെങ്കിൽ ധനം കൈവരുന്നത് നിൽക്കാനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് വിശ്വാസമായിട്ട് ചെയ്യുക. പൂർണ്ണ വിശ്വാസമായിട്ട് ചെയ്താൽ പൂർണ്ണമായിട്ട് ഫലമുണ്ടാവും. മറ്റ് ദോഷങ്ങളൊന്നും ഇല്ല എങ്കിൽ നമുക്കിത് ചെയ്ത് ഒരു 7 ദിവസം കഴിയുമ്പോൾ തൊട്ട് അതിൻ്റെ ഫലങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടത് നമുക്ക് ആ ഒരു ധനതടസ്സം നീങ്ങി നല്ല ഒരു സാമ്പത്തിക ഒരു സുസ്ഥിരത നമുക്ക് ഉണ്ടാകുന്ന അവസ്ഥ വരെയാണ് ചെയ്യേണ്ടത്. വീട്ടിൽ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നമുക്ക് ചെയ്യാം. ശുദ്ധമായിട്ടുള്ള അവസ്ഥ വേണം, അശുദ്ധമായിട്ട് ചെയ്യാൻ പാടില്ല. അതായത് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്, അത് ഫൈബർ ഗ്ലാസ് ആവാം അല്ലെങ്കിൽ ചില്ല് ഗ്ലാസ് ആവാം. ഗ്ലാസ്സിനകത്ത് നിറച്ച് നമുക്ക് മഞ്ഞൾ വെള്ളം എടുത്ത് വെക്കുക. ഇതിനും വെള്ളം മാറിക്കൊണ്ടിരിക്കണം. അതിൻ്റെ മുന്നിലായിട്ട് ഒരു ചെറുനാരങ്ങ വെച്ച് അതിൽ മുകളിലൊരു നാണയം വെക്കുക. അത് എന്നിട്ട് നമുക്കൊരു നെയ്യ് ഒഴിച്ച് കിഴക്കോട്ടും പടിഞ്ഞാട്ടും തിരി ഇടുക ഒന്നുകിൽ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ എള്ളെണ്ണയോ ഉപയോഗിക്കുന്നതെങ്കിൽ ഭദ്രദീപം അത് 5 തിരിയിട്ട് കത്തിക്കാം. കത്തിച്ചിട്ട് കനകധാരാ സ്തോത്രം നമ്മൾ സ്ഥിരമായിട്ട് ജപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവതി കൊണ്ട് പൈസ ആരൊന്നുമല്ല ഞാൻ പറയുന്നത്, ധനതടസ്സം മാറാൻ, വെറുതെ ധനം കൈ നിൽക്കാനായിട്ടൊക്കെയുള്ള അവസരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ, അതിനുള്ള നമുക്ക് മുന്നിൽ അടഞ്ഞു നിൽക്കുന്ന വാതിലുകൾ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ട്, ഈശ്വരാനുഗ്രഹം കൊണ്ട് മാറിക്കിട്ടും എന്നാണ് ഞാൻ പറയുന്നത്.